നമസ്കാരം. മുഖ്യമന്ത്രി വി.ഡി. സതീശനെതിരായ പുനർജനി കേസ് പിൻവലിച്ച തീരുമാനം സർക്കാർ അടിയന്തരമായി പരിശോധിക്കണമെന്നും ആഭ്യന്തരമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും വ്യക്തിപരമായി ഏറ്റെടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ എടുക്കാൻ പറ്റുന്ന തീരുമാനമല്ല ഇതെന്നും പറഞ്ഞ് വലിയ ഭരണഘടനാ ക്ലാസുകളുമായി എത്തിയിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. മണപ്പാട് ഫൗണ്ടേഷന്റെ പണമിടപാടുകളും വിദേശത്ത് നടന്ന യോഗങ്ങളുടെ വീഡിയോകളും ഒക്കെ ഉയർത്തിക്കാട്ടി സർക്കാർ സംവിധാനങ്ങളെ വിശ്വാസത്തിലെടുക്കാതെയാണ് വി.ഡി. സതീശൻ കോടിക്കണക്കിന് രൂപ സമാഹരിച്ചതെന്നൊക്കെ പിണറായി വലിയ ആവേശത്തോടെ ആരോപിക്കുന്നുമുണ്ട്. എന്നാൽ ഈ നാടകം കാണുന്ന ഏതൊരു ശരാശരി മലയാളിക്കും ഒരൊറ്റ കാര്യമേ തോന്നൂ. ആഭ്യന്തര വകുപ്പും ഭരണവും കയ്യിലിരുന്നപ്പോൾ കേസുകൾ എങ്ങനെയൊക്കെ ഒതുക്കി തീർക്കണം, സ്വന്തക്കാർക്ക് വേണ്ടി അന്വേഷണ റിപ്പോർട്ടുകൾ എങ്ങനെ തിരുത്തി എഴുതണമെന്ന് മലയാളികളെ പഠിപ്പിച്ച പിണറായി വിജയൻ ഇപ്പോൾ നിയമം പറയുന്നത് കേൾക്കുമ്പോൾ ചിരിക്കാനേ വകയുള്ളൂ. പിണറായി വിജയന്റെ 10 വർഷത്തെ ഭരണകാലത്ത് ആഭ്യന്തര വകുപ്പ് കാണിച്ചു കൂട്ടിയ കോപ്രായങ്ങളും കേസൊതുക്കൽ കഥകളും ഈ നാട്ടിലെ ജനങ്ങൾ ഇനിയും മറന്നിട്ടില്ല. ADGP MR അജിത് കുമാറിനെ രക്ഷിക്കാനും ആലപ്പുഴ രക്ഷാപ്രവർത്തന കേസിന്റെ റിപ്പോർട്ടുകൾ അട്ടിമറിച്ച് തിരുത്തി എഴുതിക്കാനും കാണിച്ച നെട്ടോട്ടങ്ങൾ നാട് മുഴുവൻ പാട്ടായ കാര്യമാണ്. സ്വന്തക്കാരായ ഉദ്യോഗസ്ഥരെയും പാർട്ടി നേതാക്കളെയും രക്ഷിച്ചെടുക്കാൻ പോലീസ് അന്വേഷണങ്ങളെയും വിജിലൻസിനെയും സ്വന്തം അടുക്കളയിലെ ഉപകരണം പോലെ ഉപയോഗിച്ച ആളാണ് ഇപ്പോൾ കേസ് അവസാനിപ്പിക്കുന്നതിന് മുൻപ് പരാതിക്കാരൻ നോട്ടീസ് നൽകിയോ എന്നും മന്ത്രിസഭാ തീരുമാനമുണ്ടോ എന്നൊക്കെ ചോദിച്ച് ചോദ്യശരങ്ങൾ എയ്യുന്നത്. സ്വന്തം കാലത്ത് നടന്ന വഴിവിട്ട ഇടപാടുകൾക്ക് മറുപടി ഇല്ലാത്തവർ പ്രതിപക്ഷത്തിരുന്ന വിശുദ്ധന്മാരായി ചമയുന്നത് കാണുമ്പോൾ വലിയ തമാശയായിട്ടാണ് തോന്നുന്നത്. ഇനി പുനർജനി കേസിന്റെ കാര്യം തന്നെ എടുത്തു നോക്കിയാൽ പറവൂരിലെ പ്രളയബാധിതർക്ക് വീട് വെച്ച് നൽകാൻ ചാരിറ്റബിൾ ട്രസ്റ്റ് വഴി പണം സമാഹരിച്ചു എന്ന ആരോപണത്തിൽ അന്വേഷണം നടന്ന് തെളിവില്ലെന്ന് കണ്ടെത്തി വിജിലൻസ് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്നാണ് സർക്കാർ വ്യക്തമാക്കുന്നത്. എന്നാൽ തന്റെ കാലത്ത് രാഷ്ട്രീയ വൈരാഗ്യം വെച്ച് കെട്ടിച്ചമച്ച കേസുകൾ പോലും തെളിവില്ലാതെ തള്ളിപ്പോകുമ്പോൾ അതിനെതിരെ നീണ്ട പ്രസ്താവന നടത്തി ജനശ്രദ്ധ തിരിക്കാനാണ് പിണറായി ശ്രമിക്കുന്നത്. ഭരണത്തിലിരുന്നപ്പോൾ സ്വന്തം പാർട്ടിയിലെയും മുന്നണിയിലെയും സകല അഴിമതി കേസുകളും അട്ടിമറിക്കുകയും വിജിലൻസിനെ കൊണ്ട് ക്ലീൻ ചീറ്റ് കൊടുപ്പിക്കുകയും ചെയ്ത അതേ പിണറായി വിജയൻ തന്നെയാണോ ഇപ്പോൾ നടപടിക്രമങ്ങളെക്കുറിച്ച് ക്ലാസ് എടുക്കുന്നത് എന്ന് ചിന്തിക്കുമ്പോഴാണ് ഈ ഇരട്ടത്താപ്പിന്റെ ആഴം മനസ്സിലാകുന്നത്. മാത്രമല്ല, മഴക്കെടുതിയിൽ മുൻകരുതൽ വേണമെന്ന സാമ്പ്രദായിക വാചകമടികൾക്ക് പിന്നാലെ PM ശ്രീ പദ്ധതിയുടെ പേരിൽ മുസ്ലിം ലീഗിനെയും സർക്കാരിനെയും വിമർശിക്കാനും പിണറായി മറന്നിട്ടില്ല. PM ശ്രീ പദ്ധതിയിലൂടെ പൊതുവിദ്യാഭ്യാസം കാവ്യവൽക്കരിക്കുകയാണെന്നും അതിനായി ലീഗ് മറുകണ്ഠം ചാടിയെന്നും വലിയ വർത്തമാനം പറയുന്ന പിണറായി വിജയൻ സ്വന്തം ഭരണകാലത്ത് കേന്ദ്രത്തിന് മുന്നിൽ അടിയറവ് പറഞ്ഞ് അതേ PM ശ്രീ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ച നടപടിയെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അന്ന് കേന്ദ്രത്തിന്റെ ഫണ്ടിനു വേണ്ടി സർവ്വതും പണയം വെച്ച് ഒപ്പിട്ട് കൊടുത്തവർ ഇന്ന് പ്രതിപക്ഷത്തിരുന്ന് ലീഗിനെയും സർക്കാരിനെയും ഉപദേശിക്കാൻ വരുന്നതിലും വലിയ വിരോധാഭാസം വേറെന്താണുള്ളത്? ആഭ്യന്തരമന്ത്രിയായും മുഖ്യമന്ത്രിയായും ഇരുന്നപ്പോൾ അധികാരം ഉപയോഗിച്ച് നടത്തിയ കളികളും കള്ളക്കളികളും ഒക്കെ നാട്ടിൽ പാട്ടായിരിക്കെ ജനങ്ങളുടെ ഓർമ്മശക്തിയെ പരിഹസിക്കുന്ന രീതിയിലാണ് പിണറായിയുടെ ഇപ്പോഴത്തെ ഓരോ പ്രസ്താവനകളും. കേസുകൾ നിയമപരമായി കൈകാര്യം ചെയ്യണമെന്നും സുതാര്യത വേണമെന്നും ഒക്കെ മറ്റുള്ളവരെ പഠിപ്പിക്കാൻ ഇറങ്ങുന്നതിന് മുൻപ് സ്വന്തം ഭരണകാലത്ത് തങ്ങൾ അട്ടിമറിച്ച കേസുകളുടെയും സംരക്ഷിച്ച ആൾക്കാരുടെയും പട്ടികയൊന്ന് എടുത്തു നോക്കുന്നത് നന്നായിരിക്കും. അധികാരത്തിലിരുന്നപ്പോൾ നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തുകയും പ്രതിപക്ഷത്തിരിക്കുമ്പോൾ നിയമപുസ്തകവുമായി വന്ന് ജനങ്ങളെ മണ്ടന്മാരാക്കുകയും നോക്കുന്ന പിണറായി വിജയന്റെ ഈ ഒരു കപടമാന്യത കേരളത്തിലെ പൊതുസമൂഹം കൃത്യമായി തിരിച്ചറിയുന്നുണ്ട്.